മുളപ്പെട്ട് വയ്യ റോഡ് നിറച്ച് ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമുക്ക് നല്ലൊരു പനി കിട്ടി. പനി ഒരു ചെറിയ പനി കിട്ടിയപ്പോൾ മൊത്തത്തിൽ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഹംപിയിലധികം കാഴ്ചകളൊന്നും ഉണ്ടായില്ല. പിന്നെ വ്ളോഗ് പോലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല പനി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഹംപിയിലെ കാഴ്ച കുറച്ച് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമുക്കൊന്ന് അധികം ഓടാനാണ് പ്ലാന്. സോലാപ്പൂർ 300 കിലോമീറ്റർ ഉണ്ട്, എന്നാലും അത് പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഹംപിയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളി റോഡാണ്, പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. നമുക്ക് വിജയപുര കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ സോലാപ്പൂരൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു ഗഡ് സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഗന്നഡ എന്ന ഗ്രാമത്തിൽ നിന്ന് ചാലീസ്കാവിലേക്കുള്ളൊരു ചുരമാണ്. അത് കന്നഡ് ഘട്ട് അല്ലെങ്കിൽ ഓത്രം ഘട്ട് എന്നൊക്കെ ഈ പേരുണ്ട് ഈ ചുരത്തിന്. ചുരമിറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ താഴേക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ടായിരുന്നു. കൃഷിക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ഭൂമി പോലെയാണ് ഞാനാദ്യം കരുതിയത്. പക്ഷെ അത് ശരിക്കും ഒരു സോളാർ പാടമായിരുന്നു. ഗംഭീര സോളാർ പാടം ഈ താഴത്ത് അവർ ചെയ്തു വെച്ചേക്കാം. ഞാൻ ഈ സോളാർ പാടം കണ്ടിട്ടുള്ളത് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്താണ്. അതിൽ ഏകദേശം അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് തോന്നി ഉള്ള പോലെ. നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കൃഷിക്ക് വേണ്ടി കണ്ടിങ്ങനെ തിരിച്ചിങ്ങനെ ഇടുമല്ലോ ഓരോ പ്ലോട്ട്, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല വ്യൂ പോയിന്റുകളുണ്ടായിരുന്നു. വൈകുന്നേരമായി സൺസെറ്റ് ഉണ്ടായിരുന്നു. നല്ല രസത്തിൽ അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴത്തേക്ക് എത്തി. വീണ്ടും ഒറ്റ സ്ട്രെച്ച് നല്ല അടിപൊളി സ്ട്രെയിറ്റ് റോഡാണ്. സൺസെറ്റായി തുടങ്ങിയ ആ സമയത്ത് തന്നെ നമ്മളിനി എവിടെയെങ്കിലും ഒരു സ്റ്റേ കണ്ടുപിടിക്കണം. സാധാരണ ഇപ്പോൾ നോർമലി നമ്മൾ ഹൈവേയിൽ ചെയ്യുന്നത് പമ്പിൽ സ്റ്റേ ചെയ്യാണ്. ജിയോ പമ്പാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത്, പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യും. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു 500 രൂപ പെറ്റിയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ മുകളിൽ ടെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും ഈ കേരിയർ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ബോഡിയിൽ എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു 500 രൂപ വഴി തന്നു. പോകുന്ന വഴിക്ക് വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അങ്ങനെ പിടിച്ചൊന്നുമില്ല. പിന്നെ മഴ കാരണം ഈ ചാലീസ്കാവിൽ നോർമൽ ഒരു ചെക്കിങ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മഴ കാരണമാണെന്ന് തോന്നുന്നു അന്ന് ആ ചെക്കിങ് ഉണ്ടായില്ല. വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ റോഡിലാരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്കിപ്പാവാൻ പറ്റി. അങ്ങനെ നമ്മളിന്ന് പയ്യനെ സൈഡാക്കാനുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മധ്യപ്രദേശിലെത്തിയിട്ടുണ്ട്. ഏകദേശം മധ്യപ്രദേശിലൂടെയുള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പുള്ളിനെ ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ റൂഫ് ടെൻറ്റിൻ്റെ ഒരു സ്ക്രൂ ലൂസായിട്ട് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെങ്കി മേടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ അവിടുത്തെ പുള്ളി നമ്മളെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ അടിച്ചേക്കുന്ന കണ്ടപ്പോൾ പുള്ളി നമ്മളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ലഡാക്കിലേക്കാണോ എന്നൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പുള്ളി നെക്സ്റ്റ് വീക്ക് വരാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പയ്യനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പയ്യെ പോവുകയാണ്. അപ്പോൾ വഴിക്ക് എന്തായാലും ജമ്മുവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലഡാക്ക് പോകുന്ന വഴിക്ക് വെച്ചിട്ടോ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുള്ളി നമുക്കൊരു കോഫിയൊക്കെ മേടിച്ച് തന്നു. അതൊക്കെ തന്നിട്ട് പുള്ളി നമ്മളെ യാത്രയാക്കി.
ഇതിപ്പോൾ ഏകദേശം പുള്ളി നമുക്ക് പിന്നെ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തു കേട്ടോ. മഹേശ്വർ എന്നാണ് മധ്യപ്രദേശിൽ, ഏകദേശം ഇൻഡോറിന് ഒരു 100 കിലോമീറ്റർ മുന്നേ ആയിട്ടുള്ള സ്ഥലമാണ് മഹേശ്വർ. അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ നല്ലതായിരിക്കും, പോകുന്ന വഴിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ ഒരു പ്ലേസ് നമുക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിറ്റി വന്നിട്ടുണ്ട്, ദംനൂദ് എന്ന് പറയുന്നൊരു സിറ്റിയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഈ ദുലേ ഭാഗത്തു നിന്ന് വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ നിന്ന് ഈ വഴിക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തിരിയുന്നത്. തിരക്കേടില്ലാത്തൊരു വലിയ സിറ്റിയാണ്. ഏറെക്കുറെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ വേറൊരു പുള്ളി ബൈക്കിന് വന്നിട്ട് ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ട് മധ്യപ്രദേശിൽ വന്നതല്ലേ, അപ്പോൾ മഹേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്നതല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് അവരങ്ങോട്ട് പോയി. അവർ മഹേശ്വറിലേക്കായിരുന്നു ഒരു ബൈക്കിന്, അവരെന്തോ സാധനം മേടിക്കാനായിട്ട് ഈ സിറ്റിയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി. ഒരു പൈപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്തിരുന്നു, വെള്ളം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നേരെ മഹേശ്വറിലേക്ക് പോയി. ഞങ്ങളങ്ങനെ മഹേശ്വറിലെത്തി. മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിലെ നർമ്മദാ നദിയുടെ തീരത്ത് വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ശരിക്കും ഈ മഹേശ്വർ എന്ന് പറയുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളതും അതേപോലെ തന്നെ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ മഹേശ്വർ എന്ന് പറയുന്നത്. പരമശിവൻ്റെ നഗരമെന്നാണ് ഈ അറിയപ്പെടുന്നത് മഹേശ്വർ. അതിൻ്റെ മനോഹരമായ കോട്ടകൾ, നർമ്മദാ നദിയുടെ തീരത്ത് ഘട്ടുകൾ, പ്രശസ്തമായ മഹേശ്വരി സാരികൾ എന്നിവയ്ക്കൊക്കെ പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് മഹേശ്വർ. ഒരുപാട് നമ്മളിപ്പോൾ വാരണാസിയൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന ഗഡ് സെക്ഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് കൊത്തുപണികളുണ്ട്. നമ്മൾ കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭയങ്കര രസമാണ്. ഇതൊരു ഗഡ് സെക്ഷൻ പോലെയാണ്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ വാരണാസിയിലേക്കുള്ള പോലെ ഗഡ് സെക്ഷനാണ്. ഒരു ചെറിയ ബോട്ടിംഗ് സെറ്റപ്പ് ഉണ്ട്. നർമ്മദാ നദിയാണ് കാണുന്നത്, അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഗഡ് സെക്ഷൻ. ഒരുപാടുണ്ട് നടന്ന് കാണാനായിട്ട്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറിൻ്റെ അടുത്ത് വന്നു. നമ്മളിനി ഇവിടുന്ന് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇൻഡോറിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇൻഡോറിൽ സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു ചെറിയ പരിപാടിയാണ്. ഇൻഡോർ കഴിഞ്ഞിട്ട് ഔട്ടറിൽ എവിടെയെങ്കിലും, ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല. ടൗണിലെ പമ്പിലൊന്നും നമുക്ക് സൗകര്യം കിട്ടില്ല പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയൊരു ഏരിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഔട്ടറിലാവുമ്പോൾ ലോറിക്കാരൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം വലിയ പമ്പാവും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ആ ഗഡ് സെക്ഷൻ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാം ഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ടെമ്പിളോ അങ്ങനെ എന്തോ ഒരു ദർഗയോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു ചുരം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇരുട്ടി തുടങ്ങി അത്യാവശ്യം. പക്ഷേ 8 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരുട്ട് വീണത്. ഇവിടെയൊക്കെ പകൽ ദൈർഘ്യം കൂടുതലാണ്. എന്നിരുന്നാലും വാഹനങ്ങൾ പൊതുവെ കുറവാണ്. അല്പം പേടിയോടെയാണ് നമ്മൾ കയറിയത്. വലിയൊരു ഗഡ് സെക്ഷൻ ആയിരുന്നു. പക്ഷേ മുകളിലേക്ക് നമുക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. ഈ ജാം ഗേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം അവിടെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ തന്നെ അവിടെ അത് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഈ കയറി ചെല്ലുന്നത് ഈ കാണുന്നതാണ് ജാം ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ടണൽ പോലെ ഒരു ചെറിയൊരു ഗേറ്റ്, ആർച്ച് ഗേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇരുട്ടായതുകൊണ്ട് വീഡിയോ അത് അങ്ങനെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇരുട്ടിയതുകൊണ്ട് വീഡിയോ പിന്നെ എടുത്തൊന്നുമില്ല. നമ്മൾ ഇൻഡോർ ലക്ഷ്യമാക്കിയിട്ട് യാത്ര അങ്ങോട്ട് തുടങ്ങി. ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ അടുത്തത് ജയ്പൂർ ഉള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.